അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയല്ല വലിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഗ്രികൾച്ചർ പാർക്കിനെ പറ്റി സംസാരിക്കാനാണ്. നമ്മൾ ഫാമിലിയായിട്ട് ചെറിയൊരു ട്രിപ്പ് വന്നായിരുന്നു ഇങ്ങോട്ട്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലുള്ള കടുത്തുരുത്തിയിലാണ് ഈ പാർക്ക് വരുന്നത്. ഈ പാർക്കിൻ്റെ പേര് മാംഗോ മെഡോസ് എന്നാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇത് ശരിക്കും കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണ്. കുട്ടികൾക്ക് വേണ്ട റൈഡുകളും കാര്യങ്ങളും ഉള്ളതിനൊപ്പം തന്നെ ടോട്ടലി ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാനാണെങ്കിലും അതേപോലെ വാട്ടർ സ്പോർട്സ് അങ്ങനെ പല കാര്യങ്ങളെ പറ്റിയിട്ടും, അതുപോലെ ആർട്ട്പരമായിട്ട് കുറേ സ്കൾപ്ചറുണ്ട്, എന്താ പറയുക, വാട്ടർ ഗെയിംസ് ഉണ്ട്, പൂളുണ്ട്, അതുപോലെ ബോട്ട് സർവീസുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് മാംഗോ മെഡോസ്. ആദ്യം നമ്മൾ കാണുന്ന സ്പോട്ട് മീനൂട്ട് പാലമായിരിക്കും. അതായത് നമുക്കിവിടെ മീനിന് കൊടുക്കാനുള്ള തീറ്റയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തരും. എന്നിട്ട് നമുക്ക് മീൻ തീറ്റിട്ട് കൊടുക്കാം. അപ്പോൾ മീൻ വന്ന് കുത്തിയ തീറ്റ തിന്നുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. ഇഷ്ടംപോലെ മീനുകളുണ്ട്. അത് ഏതൊക്കെ മീനുകളാണ് എന്ന് വ്യക്തമായിട്ട് എനിക്കറിയില്ല. നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ പെട്ടെന്ന് വന്ന് വെട്ടി തിന്നുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് വളരെ കൗതുകപരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഓരോരോ തീമുകൾ. ഇതൊരു വേൾഡ് ഫസ്റ്റ് തീം ATM എന്ന് പറഞ്ഞിട്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ബാലരമയിലുള്ള കുട്ടൂസൻ രാഗിനി അവരൊക്കെയായിട്ട് ബന്ധപ്പെട്ടൊരു തീമിലാണ് ഈ ATM സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് എന്തായാലും ഒരു പുതിയ കാഴ്ചാനുഭവങ്ങളായിരിക്കും. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് അവധി ദിവസങ്ങളിൽ 400 രൂപയും പ്രവൃത്തി ദിവസങ്ങളിൽ 350 രൂപയാണ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട. നമ്മളെടുക്കുന്ന 400 രൂപ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് തികച്ചും ഫ്രീ ആയിരിക്കും. അല്ലാതെ ബോട്ടിങ്, അതുപോലെ സ്വിമ്മിംഗ് പൂള് മുതലായ കുറച്ച് പരിപാടികൾക്ക് സെപ്പറേറ്റ് ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചാർജ് എക്സ്ട്രയാണ്. ഭക്ഷണം നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അവിടെയുള്ള ഹോട്ടൽ അതുപോലെ പഴയ രീതിയിലുള്ളൊരു ചായക്കടയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങി കഴിക്കാം. പക്ഷേ അതിൻ്റെ ചാർജും എക്സ്ട്രയാണ്. ഇത് നമ്മളെ അമ്പലത്തിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലൊരു പരിപാടി സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു കാവും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം നമുക്ക് ആ അമ്പലം അല്ലെങ്കിൽ ഈ അമ്പലത്തിലൊക്കെ വരാൻ പറ്റാത്തവർക്കോ കാവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരിക്കും. ഇത് മഴുവെറിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പരശുരാമൻ്റെ ഒരു പ്രതിമയാണ്. അതും വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തിൽ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു പാർക്കാണ്. കൂടുതലും എന്താ പറയുക, വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഏരിയ. കാണുന്നത് ബൈബിളാണ്. അതായത് ഏറ്റവും വലിയ ബൈബിൾ എന്നുള്ളൊരു കൺസെപ്റ്റിൽ ചെയ്തേക്കുന്നതാണ്. ചൂപ്പിൻ്റെ മറുപടി, ചൂപ്പ് പറഞ്ഞു. പിന്നുള്ളത് ഒരു അക്വേറിയം ആണുള്ളത്. അപ്പോൾ അത് വളരെ വിശാലമായ അക്വേറിയമാണ്. അതിനകത്ത് കുറേയധികം മീനുകളുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്ക് സംബന്ധിച്ചിടത്തോളം ഭയങ്കര വലിയ കാര്യമാണ്. എൻ്റെ മോനെ കൊണ്ടിടവൻ ഇതിങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഇതവർ ചെയ്തിരിക്കുന്നൊരു വാട്ടർഫാളാണ്.
ഇതും വളരെ വളരെ രസമുണ്ട് ഇതൊക്കെ കാണാൻ. അതായത് നമുക്ക് അവരൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് വളരെയധികം ഇഷ്ടമാവും. എല്ലാം പ്രകൃതിയോട് ഇണങ്ങി, അതായത് നമ്മളൊരു എന്താ പറയുക, അവിടുത്തെ ഒരു തണുത്തൊരു അന്തരീക്ഷം, അതുപോലെ ചുറ്റുപാട് മൊത്തം പ്ലാന്റുകൾ, വിവിധ തരത്തിലുള്ള പ്ലാന്റുകൾ, മീനുകൾ, അങ്ങനെ മൊത്തത്തിലൊരു റിലാക്സേഷനാണ് മെയിൻ. പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡുകളും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കുണ്ട്, വലിയവർക്കുള്ള റൈഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. നമ്മളൊരു ഫാമിലിയൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും, വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് വെള്ളത്തിൽ കയറണം. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ആയിട്ട് 6 മണി വരെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം പോവുക, എൻജോയ് ചെയ്യുക. നമ്മൾ പോകുന്നതിന് മുമ്പ് തലേ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മുമ്പ് നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കാര്യങ്ങൾ. ഞാൻ നമ്പറുകളും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.